കോംപ്ലക്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. കോംപ്ലക്സിൽ നിന്ന് അത്യാവശ്യം കുറച്ചധികം ക്വസ്റ്റ്യൻസ് ചോദിച്ച വർഷമായിരുന്നു 2023. അപ്പോൾ അതിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു, അതും കൂടെ പറയണമല്ലോ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. കുറച്ച് കോൺസെപ്റ്റ്സ് അറിഞ്ഞിരുന്നാൽ എല്ലാം കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു കോംപ്ലക്സിൽ കഴിഞ്ഞ വർഷം ചോദിച്ചത്. അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: The inequality mod z minus 4 less than mod z minus 2 represents the region given by. ഇത് ഏത് റീജിയനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. റിയൽ z ലെസ് ദാൻ 3, റിയൽ z ഗ്രേറ്റർ ദാൻ 3, റിയൽ z ഗ്രേറ്റർ ദാൻ 0, റിയൽ z ലെസ് ദാൻ 0. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ചോദ്യമാണ്. നമ്പർ 1 ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യാം? നമുക്ക് തന്നിട്ടുള്ള കാര്യം mod z minus 4 is less than mod z minus 2 എന്നാണ്. So if we assume that z is equal to x plus iy, നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മോഡുലസിനകത്തുള്ള ടേംസിനെ നമുക്ക് x plus iy minus 4 less than modulus of x plus iy minus 2 എന്ന് എഴുതാൻ പറ്റും. മോഡുലസ് ആണ്. അപ്പൊ മോഡുലസ് എടുക്കാൻ നമുക്കറിയാലോ, മോഡുലസ് ഓഫ് a plus ib എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ്. അത് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ സ്ക്വയർ കൂടെ ചെയ്യണം. അപ്പൊ ഈ റൂട്ട് പോയി കിട്ടും. അപ്പൊ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരുന്നു? നമ്മുടെ റിയൽ പാർട്ട് ഒരുമിച്ച് അല്ലെ, റിയൽ പാർട്ടിന്റെ സ്ക്വയർ എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. നമ്മൾ സ്ക്വയർ കൂടെ ചെയ്തിട്ടുണ്ട്. വിച്ച് ഇസ് ലെസ് ദാൻ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ ഈ വൈ സ്ക്വയർ എന്ന് പറയുന്നത് രണ്ട് സൈഡിലും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണല്ലോ. രണ്ട് സൈഡിലും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. എന്തുകൊണ്ടാണ് പോസിറ്റീവ് എന്ന് പറയാൻ കാരണം എക്സ് പ്ലസ് ഐ വൈ എന്നാണ് എടുത്തിരിക്കുന്നത്. വേർ എക്സ് ആൻഡ് വൈ ആർ റിയൽ നമ്പേഴ്സ്. അതാണല്ലോ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. വേർ എക്സ് വൈ ആർ റിയൽ നമ്പേഴ്സ്. അപ്പൊ അതുകൊണ്ട് വൈ റിയൽ നമ്പർ ആണ്. വൈന്റെ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. രണ്ട് പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ആണ് ഇനീക്വാലിറ്റിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് സേഫ് ആയിട്ട് അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളത് എക്സ് മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ഈസ് ലെസ് ദാൻ എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇനി ഇതൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാൻ മാത്രമേ നമുക്കുള്ളൂ. എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 16 മൈനസ് 8x ലെസ് ദാൻ എക്സ് സ്ക്വയർ പ്ലസ് 4 മൈനസ് 4x. എക്സ് സ്ക്വയറും ഇവിടെ എന്താണ്? പോസിറ്റീവ് ക്വാണ്ടിറ്റികൾ ആയതുകൊണ്ട് രണ്ടും നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. ബാക്കി ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ 16 മൈനസ് 4 ഇവിടെ 12 എന്ന് വരും. ഈസ് ലെസ് ദാൻ 8x മൈനസ് 4x, 4x എന്ന് വരും. ഇംപ്ലൈസ് 3 ലെസ് ദാൻ x എന്ന് വരും. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? x ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്ന് എഴുതാൻ പറ്റും. അപ്പം z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ ഇവിടെ x എന്ന് പറയുന്നത് റിയൽ z ഉം y എന്ന് പറയുന്നത് ഇമാജിനറി z ഉം ആണെന്ന് നമുക്കറിയാലോ. സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഇസ് റിയൽ z is greater than 3 എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ പറ്റും. ഓപ്ഷൻ വന്നിട്ട് ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. If x plus iy equal to z is a complex number, then modulus of e raised to z square is equal to e raised to mod z square is true when എപ്പോഴൊക്കെയാണ് ഇത് ട്രൂ ആകുന്നത്? ഈ തന്നിട്ടുള്ള കാര്യങ്ങൾ ട്രൂ ആകുന്ന ഏത് കേസാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ചെയ്തു നോക്കാം. സാധാരണ പോലെ തന്നെ നമുക്ക് ചെയ്തു നോക്കാം. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? മോഡുലസ് ഓഫ് ഇ റേസ് ടു z സ്ക്വയർ ആണ്. അപ്പൊ ഞാനത് ഇ റേസ് ടു z പകരം എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞു. ഓക്കെ, അപ്പം അത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുക? ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy എന്നാണ്. ഇതാണ് ആ ഒരു എക്സ്പ്രഷന്റെ എക്സ്പാൻഷൻ. അപ്പൊ നമുക്കറിയാം ഇ റേസ് ടു എ ബി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി ആണെന്ന് അറിയാം. പവേഴ്സിന്റെ അഡീഷൻ അല്ലെ, പവേഴ്സിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് അറിയാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇതിനെ ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മോഡുലസ് ഇൻറ്റു മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ 2xy എന്ന് എഴുതാം.
ശരിയാണല്ലോ. അപ്പം ഇവിടെ നോക്കൂ, ഈ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, ഒരു റിയൽ നമ്പർ ആണ്. അപ്പൊ ഈ റേസ്റ്റ് ഒരു റിയൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് സംശയമില്ലാതെ പറയാം, എന്തായാലും പോസിറ്റീവ് വാല്യൂ ആണ്. കാരണം നമുക്കറിയാം ഇ റേസ് ടു എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് റിയൽ ആക്സസിലേക്കാണ് വരുന്നത്. ഒരിക്കലും അതെന്താവില്ല, നെഗറ്റീവ് ആകില്ല അല്ലെ. അപ്പൊ നമുക്ക് ഈ മോഡുലസ് ഇവിടെ കൊടുക്കണ്ട, കാരണം ഇത് മൊത്തത്തിൽ ഒരു റിയൽ നമ്പർ ആയതുകൊണ്ട് റിയൽ നമ്പറിന്റെ മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പോസിറ്റീവ് വാല്യൂ എടുക്കുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അപ്പം ഈ പോർഷൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കാം. ഇ റേസ് ടു മോഡ് സെഡിന്റെ സ്ക്വയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മോഡ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, അതിന്റെ സ്ക്വയർ ആണ് വേണ്ടത് അല്ലെ. ഈക്വൽ ടു ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണല്ലോ, ശരിയാണല്ലേ. ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള കാര്യം, ഈ ഇ റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ ഇ റേസ് ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു ഐ ടു എക്സ് വൈ ഇതാകണം. ഫോർ ഓൾ സെഡ് ബിലോങ്സ് ടു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൈ ഈക്വൽ ടു 0, ശരിയാണല്ലേ. വൈ 0 ആണെങ്കിൽ ഇത് ഇ റേസ് ടു എക്സ് സ്ക്വയർ ആയിരിക്കും, ഇവിടെ ഇ റേസ് ടു എക്സ് സ്ക്വയർ മാത്രമായിരിക്കും. ഇവിടെ എന്ത് വരും, ഇ റേസ് ടു 0 1 ആയിട്ട് മാറും. രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരുമല്ലോ. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, അതിൽ ശരിയാകുമോ, ഇല്ല അല്ലെ. എക്സ് ഇസ് ഈക്വൽ ടു 0 വരുമ്പോൾ ഇവിടെ ഇ റേസ് ടു വൈ സ്ക്വയർ, ഇവിടെ 1 ബൈ ഇ റേസ് ടു വൈ സ്ക്വയർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതെപ്പോഴും ഈക്വൽ ആയിക്കൊള്ളണം എന്ന് ഇല്ല. സെഡ് 0 ആകുമ്പോൾ മാത്രമേ, ഇല്ല സെഡ് 0 ആകേണ്ട കാര്യമില്ല അല്ലെ. വൈ മാത്രം 0 ആയി കഴിഞ്ഞാൽ മതി. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. ദ ഇക്വേഷൻ z bar plus I z bar minus I z minus 3 is equal to 0. എങ്ങനെയാണ് ഇത് ചെയ്യാം? നമുക്ക് പല മെത്തേഡുകളുണ്ട്. ഈ എക്സിനെ ഈ സെഡിനെ എക്സ് പ്ലസ് ഐ വൈ എന്ന് എടുത്തിട്ട് എക്സ്പാൻഡ് ഒക്കെ ചെയ്തിട്ട് ചെയ്യണോ, ചെയ്തോളൂ, അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ഫോമിൽ തന്നെ എടുത്ത് നമുക്ക് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അറിയുന്ന ഒരു ഫോമിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കിയാലോ. തന്നിട്ടുള്ള കാര്യം z ബാർ പ്ലസ് ഐ z ബാർ മൈനസ് ഐ z മൈനസ് 3 ഈക്വൽ ടു 0 എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം മോഡ് z മൈനസ് എ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ് വിത്ത് റേഡിയസ് ആർ ആൻഡ് സെന്റർ അറ്റ് എ. ഒരു സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. നമുക്ക് എപ്പോഴും കോംപ്ലക്സ് നമ്പറിൽ ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ഒരു ജോമെട്രിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, മോഡ് z മൈനസ് എ ഈക്വൽ ടു ആർ എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മുടെ ഒരു ചെരിവും അതിലേക്ക് തന്നെയാണ്. അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റുമോ ഇതിനെ എന്നുള്ളതാണ്. അതായത് സർക്കിൾ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണുകയും ചെയ്തു. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ഒരു രീതിയിൽ ശരിയായി വന്നില്ലെങ്കിൽ മാത്രം നമുക്ക് മറ്റു ഓപ്ഷൻസിനെ പറ്റി ആലോചിച്ചാൽ മതി. ഞാൻ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. കാരണം പലപ്പോഴും നമുക്ക് ഈ ഒരു രീതിയിലേക്ക് ചെറുതാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും തന്നിട്ടുള്ള ഇക്വേഷൻ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതാൻ പോവാം. z ബാർ പ്ലസ് ഐ z ബാർ മൈനസ് ഐ z. ഇത് -4 + 1 എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റില്ലല്ലോ. -3നെ -4 + 1 എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ 4നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോവാണ്. സോ ദാറ്റ് ഇസ് z ബാർ പ്ലസ് ഐ z ബാർ മൈനസ് ഐ z ഈക്വൽ ടു 4 ഉണ്ട്. ഈ 1 എന്നുള്ളതിനെ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. ഐ സ്ക്വയർ എന്താണ്, -1 ആണ്. അപ്പൊ -i² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ -i × i എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ആ രീതിയിൽ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നു. -i × i എന്ന് ഞാൻ ആ 1നെ എഴുതി. ഇങ്ങനെ എഴുതാനുള്ള കാരണം നമുക്ക് കുറച്ച് കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് ഇവിടെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്.
ഫസ്റ്റ് രണ്ട് ടേമിൽ നിന്ന് ഞാൻ z ബാർ പുറത്തേക്ക് എടുത്താൽ എനിക്ക് z പ്ലസ് ഐ എന്ന് കിട്ടും. ഇവിടെ ഞാൻ മൈനസ് ഐ പുറത്തേക്ക് എടുത്താലോ എനിക്ക് വീണ്ടും z പ്ലസ് ഐ എന്ന് കിട്ടും, ഈക്വൽ ടു 4. അപ്പം നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞു. മോഡ് z മൈനസ് ഐ ഇൻറ്റു z പ്ലസ് ഐ ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇതിന്റെ അർത്ഥം എന്താ? ഇത് z ബാർ പ്ലസ് ഐ ബാർ ആണ് അല്ലെ, ഐ ബാർ ആണ്, ഐന്റെ കോൺജുഗേറ്റ് ആണ് മൈനസ് ഐ എന്ന് പറയുന്നത്, ഇൻറ്റു z പ്ലസ് ഐ ഈക്വൽ ടു 4 ആണ്. അതുപോലെ തന്നെ അറിയുന്ന ഒരു കാര്യം, നമുക്ക് എ ബാർ പ്ലസ് ബി ബാർ ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ കോൺജുഗേറ്റ്. നമുക്ക് കോൺജുഗേറ്റിനെ പറ്റി അറിയുന്ന ഒരു പ്രോപ്പർട്ടി ആണത്. സോ z പ്ലസ് ഐ ദ ഹോൾ കോൺജുഗേറ്റ് ഇൻറ്റു z പ്ലസ് ഐ ഈക്വൽ ടു 4. അടുത്തറിയുന്ന ഒരു കാര്യം എന്താണ്? മോഡ് z സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z ഇൻറ്റു z ബാർ ആണ് എന്നാണ് അടുത്തറിയുന്ന കാര്യം. നോക്കൂ, z ഇൻറ്റു z ബാർ എന്നുള്ള ഫോമിലാണ് കിടക്കുന്നത്. നമുക്കപ്പോ ഇതിനെ മോഡ് z പ്ലസ് ഐ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. മോഡ് z പ്ലസ് ഐ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4. രണ്ട് സൈഡും ഞാനൊന്ന് പോസിറ്റീവ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? മോഡ് z പ്ലസ് ഐ ഈക്വൽ ടു 2 എന്ന് വരും. മോഡ് z പ്ലസ് ഐ ഈക്വൽ ടു 2 എന്ന് വരും. അതാ സർക്കിളിന്റെ ഇക്വേഷൻ ആയില്ലേ. ഇവിടെ എന്താണ്? റേഡിയസ് 2 സെന്റർ മൈനസ് ഐയോ ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലായി. ഞാൻ ഈ ഒരു ഫോമാറ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം, നമ്മൾ ഈ മോഡ് z മൈനസ് എ ഈക്വൽ ടു ആർ എന്ന് പറയുന്ന ഇക്വേഷൻ ജനറേറ്റ് ചെയ്യാൻ, ഡിറൈവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേ മെത്തേഡാണ്. അപ്പൊ അതിന് ഞാനൊന്ന് ബാക്കിലോട്ട് വന്നു എന്നുള്ളത് മാത്രം. സോ ഇതാണ് ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ ഇന്ന് ക്യുസാറ്റിലെ 1ാമത്തെയും 4ാമത്തെയും 15ാമത്തെയും ചോദ്യങ്ങളാണ് ഇപ്പൊ ഇവിടെ സോൾവ് ചെയ്തത്. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.